എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പോൾ, എറണാകുളത്തു നിന്നാണ്. നമ്മളിവിടെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പേഷ്യൻ്റ് MI ആയിട്ട് വന്നാൽ, അതായത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നാൽ ആ പേഷ്യൻറ്റിനെ എങ്ങനെ നീറ്റായിട്ട് റെഫർ ചെയ്ത് വിടാം, ഹയർ സെൻ്ററിലേക്ക് എങ്ങനെ റെഫർ ചെയ്ത് വിടാം എന്നതിനെക്കുറിച്ചാണ്. ഇത് ബേസിക്കലി ഡോക്ടേഴ്സ്, ജൂനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്, മറ്റുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് MI ആയിട്ട് വന്നാൽ നമ്മൾ പല രീതിയിലൂടെ അത് ഡയഗ്നോസ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഹിസ്റ്ററി, അല്ലെങ്കിൽ അവരുടെ സിംറ്റം, നെഞ്ചുവേദന, ശ്വാസമുട്ട്, നടക്കുമ്പോഴുള്ള കിതപ്പ്, ഇതൊക്കെ വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ECG വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. നമുക്ക് ട്രോപ്പോണിൻ്റെ അളവ് രക്തത്തിൽ കൂടി വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. എക്കോ വഴി ഡയഗ്നോസ് ചെയ്യാം. ആൻജിയോഗ്രാം വഴി ഡയഗ്നോസ് ചെയ്യാം. അങ്ങനെ പല രീതികളുണ്ട്. അപ്പോൾ ഒരു പെരിഫറീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു MI പേഷ്യൻ്റ് വന്നാൽ അതിനെ എങ്ങനെ നീറ്റായിട്ട് റെഫർ ചെയ്ത് വിടാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൺസ് നിങ്ങൾ MI ആണെന്ന് സ്ഥിരീകരിച്ചാൽ, നിങ്ങൾക്ക് കാർഡിയാക് ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ, നമ്മളത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മളത് ഹയർ സെൻ്ററിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് വിടുന്നതിന് മുമ്പ് നമുക്ക് നീറ്റായിട്ട് ഒരു റെഫറൻസ് ലെറ്റർ എഴുതി വെക്കണം. അപ്പോൾ റെഫറൻസ് ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഉള്ള നിങ്ങളുടെ ഇംപ്രഷൻ എന്താണ്, രോഗിയുടെ സിംറ്റം എന്താണ്, സിംറ്റം തുടങ്ങിയിട്ട് എത്ര നേരമായി, വിൻഡോ പീരീഡ്. എല്ലാ CMOമാരും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടർമാരാവട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡോക്ടർമാരാവട്ടെ, എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, നമ്മൾ വിൻഡോ പീരീഡ് മെൻഷൻ ചെയ്യാറില്ല. നിങ്ങൾ പരിശോധിച്ച സമയവും നിങ്ങൾ എഴുതണം. ആ രോഗിക്ക് ആ വേദന തുടങ്ങിയിട്ട് എത്ര സമയമായെന്നുള്ളതും കൂടി നിങ്ങൾ ആ റെഫറൻസ് നോട്ടിൽ എഴുതണം. അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡാറ്റയാണത്. നമ്മൾ പിന്നീട് കാർഡിയോളജിസ്റ്റ് ആ രോഗിനെ കാണുമ്പോൾ ആ ഒരു വിൻഡോ പീരീഡ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കുമെന്ന് തീരുമാനിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ പലരും അത് മറന്നു പോകാറാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം. പിന്നെ വൈറ്റൽസ്, അതായത് നിങ്ങൾ നോക്കുമ്പോഴുള്ള വൈറ്റൽ. അപ്പോൾ വൈറ്റൽസ് നോക്കുമ്പോൾ നിങ്ങൾ ടൈം ഇട്ട് എഴുതാം. ഈ ടൈമിൽ പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് ഇന്നതാണ്, ഈ ടൈമിൽ പേഷ്യൻ്റെ BP ഇന്നതാണ്, പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് റേറ്റ് ഇതാണ്, സാച്ചുറേഷൻ എത്രയാണ്, അങ്ങനെ വ്യക്തമായിട്ട് നമ്മൾ എഴുതാം. പിന്നെ ഈയിടെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന CMOമാരാണ് ഞാൻ അങ്ങനെ ചെയ്ത് കണ്ടിരിക്കുന്നത്. നമ്മൾ ലോഡ് ചെയ്യും പേഷ്യൻറ്റിനെ. ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡുവൽ ആൻറ്റിപ്ലേറ്റൽസും സ്റ്റാറ്റിനും കൊടുത്ത് ലോഡ് ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്. ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യും. അപ്പോൾ ഈ ലോഡ് ചെയ്യുന്നതിനെ അവർ പറയുന്ന ഒരു ടേമാണ് കാർഡിയോസ്റ്റാറ്റ്. അപ്പോൾ അവർ ഫയലിൽ എഴുതിയും വെക്കും കാർഡിയോസ്റ്റാറ്റ്. അത് തന്നെ ബ്ലൈൻഡ്ലി ഇന്നത്തെ തലമുറ അങ്ങോട്ട് ഫോളോ ചെയ്യണം. ഇത് ഒരു തെറ്റായ പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ സീനിയർ മോസ്റ്റ് കാർഡിയോളജിസ്റ്റ് വരെ അവർ വ്യക്തമായിട്ട് തരംതിരിച്ച് അവർ എഴുതും. ക്ലോപ്പിട്രോഗൽ അല്ലെങ്കിൽ ക്ലോപ്പിലെറ്റ് അല്ലെങ്കിൽ എന്താണോ അവിടെ ഉള്ളത് അത് 300 മില്ലിഗ്രാം, ടാബ് ആസ്പിരിൻ 300 മില്ലിഗ്രാം, ടാബ് അറ്ററോവാസ്റ്റാറ്റിൻ 300 മില്ലിഗ്രാം, അങ്ങനെ വേർതിരിച്ച് എഴുതുന്നതാണ് ഉള്ള കാർഡിയോളജിസ്റ്റുമാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്നാൽ ഏതോ ഒരു ലേസി അല്ലെങ്കിൽ മടിയനായ ഒരു ഡോക്ടർ കണ്ടുപിടിച്ച ഒരു രീതിയാണ് കാർഡിയോസ്റ്റാറ്റ് എന്ന് എഴുതുന്ന രീതി. അത് ബ്ലൈൻഡ്ലി ഇന്നത്തെ CMOമാരും ഹൗസ് സർജന്മാരും ഇങ്ങനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ സ്ഥലത്തെയും കാർഡിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ടാവും. എന്നെ പലരും വിളിക്കുമ്പോൾ ECG ഒക്കെ അയച്ചു തരുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാർഡിയോസ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് കാർഡിയോസ്റ്റാറ്റ്? കാർഡിയോസ്റ്റാറ്റിൽ എന്തെല്ലാം മരുന്നുകൾ ഉൾപ്പെടുന്നു, എന്തെല്ലാം ഡോസിലാണ് നമ്മൾ കൊടുക്കുന്നത്? ഇതിനെക്കുറിച്ച് ചില ആളുകൾക്ക്, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ചില ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ല. അവര് ബ്ലൈൻഡ്ലി ഇങ്ങനെ അവരുടെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് അങ്ങനെ കൊടുക്കുന്നത് കണ്ടു, ഞങ്ങളും അങ്ങനെ ചെയ്യും. ആ ഒരു പാറ്റേൺ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പാറ്റേൺ നമ്മുടെ കണ്ടില്ല. അത് ശരിയായൊരു പ്രാക്ടീസ് അല്ല. നമ്മളത് വ്യക്തമായിട്ട് എഴുതണം. എത്ര മരുന്ന് കൊടുത്തു എന്നുള്ളത് ഓരോന്നും നമ്മൾ തരംതിരിച്ച് വേണം നമ്മൾ എഴുതാൻ.
നമ്മൾ സീനിയർ മോസ്റ്റ് കാർഡിയോളജിസ്റ്റുമാരുടെ നോട്ട്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരാണ് ലോഡ് ചെയ്തിരിച്ചെങ്കിൽ അവരെ തരംതിരിച്ച് തന്നെ എഴുതും. അവരൊരിക്കലും കാർഡിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ് എഴുതില്ല. അപ്പൊ അത് ഒരു തെറ്റായ രീതിയാണ്. കാരണം ഇങ്ങനെ നമ്മൾ ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ കാർഡിയോസ്റ്റാറ്റ് എന്ന് വിളിക്കാമെങ്കിൽ എല്ലാത്തിനും നമുക്ക് അങ്ങനെ ഓരോ സ്റ്റാറ്റുകൾ ഉണ്ടാക്കി വെക്കാം. ഉദാഹരണത്തിന് ഒരു ഓർത്തോ പെയിനായിട്ട് വരുന്ന രോഗിക്ക് ഓർത്തോസ്റ്റാറ്റ് എന്നും, റീനൽ കോളിക്കായിട്ട് വരുന്ന പേഷ്യന്റിന് റീനൽ സ്റ്റാറ്റ് എന്നും, അതല്ല ഗ്യാസ്ട്രോഎൻറ്റൈറ്റിസ് ആയിട്ട് വരുന്ന പേഷ്യന്റിന് AGE സ്റ്റാറ്റ് എന്നും വിളിക്കാം. അപ്പോൾ അത് ഒരു നല്ല പ്രവണതയല്ല. ഈവൻ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല ഇതിനകത്ത് കിറ്റ് 1, കിറ്റ് 2, കിറ്റ് 3 അങ്ങനെയായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ ആ കിറ്റ് 1 ഉൾപ്പെടുന്ന മരുന്നുകൾ എന്താണ്, അതിന്റെ ഡോസ് എന്താണെന്ന് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടർക്ക് അറിഞ്ഞിരിക്കണം. പേഷ്യൻസ് അത് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഡോക്ടർമാർക്ക് അറിവുണ്ടാവും. അതായത് ചുമ്മാ കിറ്റ് 1 അല്ലെങ്കിൽ കാർഡിയോസ്റ്റാറ്റ്, ഓർത്തോസ്റ്റാറ്റ്, റീനൽ സ്റ്റാറ്റ് അങ്ങനെ പറയുന്ന രീതിയിൽ നിന്ന് എല്ലാവരും റീഫ്രെയിൻ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. എന്നാലേ നമ്മൾ ക്ലിനിക്കലി നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞത് വിൻഡോ പീരീഡ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ECG ഫൈൻഡിങ്സ് എഴുതുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ എല്ലാവരും ECG ഫൈൻഡിങ്സ് ആണ് വലിയ ഒരു കാര്യമായിട്ട് എല്ലാവരും എഴുതും. അതിലെല്ലാത്തിനും ഉപരി നമ്മൾക്ക് പേഷ്യന്റിന്റെ കുറച്ച് കാര്യങ്ങൾ, ഒരു ഷോർട്ട് ഡയഗ്നോസിസ് നമുക്ക് വേണം ബിഫോർ റെഫറിങ് എ പേഷ്യന്റ്. അത് എന്ത് MI ആണ്, വിൻഡോ പീരീഡ് എത്രയായി, ആളുടെ റിസ്ക് ഫാക്ടേഴ്സ് എത്രയാണ്, ഫാമിലി ഹിസ്റ്ററി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഫാമിലി ഹിസ്റ്ററി പറ്റേണൽ സൈഡാണോ മറ്റേണൽ സൈഡിലാണോ ഫാമിലി ഹിസ്റ്ററി ഉള്ളത്, അത് നോട്ട് ചെയ്യണം നമ്മൾ. പ്ലസ് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് എത്ര വർഷമായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ട് നമ്മൾ പേഷ്യന്റിനെ റെഫർ ചെയ്യുമ്പോൾ ആ റെഫറിങ് സെന്ററിൽ അല്ലെങ്കിൽ ഹയർ സെന്ററിൽ എത്തുമ്പോൾ ആ രോഗിയെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ജോലി എളുപ്പമായി. അവർക്ക് പെട്ടെന്ന് അടുത്ത നടപടികളിലേക്ക് കടക്കാൻ പറ്റും. പിന്നെ ആംബുലൻസിൽ നമ്മൾ ശ്രദ്ധിക്കണം. വിൻഡോ പീരീഡിന്റെ ഉള്ളിലുള്ള വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ICU ആംബുലൻസ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക. ICU ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓക്സിജനുള്ള ആംബുലൻസ് അല്ല, ഒരു വെന്റിലേറ്റർ സപ്പോർട്ട് വിത്ത് ഡിഫിബ്രിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ പോകുന്ന വഴിക്ക് പേഷ്യന്റിന് അരിതിമിയാസ് ഉണ്ടാകാം, VTVF വരാം, പൾമണറി എഡ്മയിലേക്ക് പോകാം. അപ്പൊ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ നീറ്റായിട്ട് നമ്മൾ റെഫർ ചെയ്ത് വിടാൻ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കും. താങ്ക് യു.